എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, നെല്ലിക്ക ഒക്കെ ഉപ്പിലിട്ട് വെക്കാം. അപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ ഈ ചെറിയ ചെറിയ പെട്ടിക്കടകളിലൊക്കെ ഇങ്ങനെ കുപ്പികളിലായിട്ട് ഇരിക്കുന്ന കാണാം. ബീച്ചൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ പരിസരത്തുള്ള കടകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കുപ്പിയിലായിട്ട് കുറെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇട്ടിട്ടില്ലെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉപ്പിലിടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. വലിയ സൈസ് ലെമൺ എടുത്തിട്ടുണ്ട്, ഒനിയൻ, നല്ല പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എരിവില്ലാത്ത മുളകാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. പിന്നെ ഞാൻ എടുക്കുന്നത് നെല്ലിക്കയാണ്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്. ഇത് നടുക്കീറി എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, നല്ല നാടൻ രുചിയൊക്കെ കിട്ടും. പക്ഷെ നമുക്കിവിടെ കാന്താരി മുളക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇടണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇട്ട് വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കുപ്പികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുപ്പികളെല്ലാം സ്റ്റെറൈൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളമില്ല. അപ്പൊ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നെല്ലിക്ക നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിലൊട്ടും വെള്ളമില്ല. ഈ സൈഡ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് നന്നായി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. കത്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നെല്ലിക്ക ഇടാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും മുന്നിലേക്ക് നിൽക്കണം. അപ്പോൾ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം. ഉപ്പിട്ടിട്ട് നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെല്ലിക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് വേണ്ടത്. മൂക്കാത്ത നെല്ലിക്കൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിക്കണം. നല്ല മൂത്ത വലിയ നെല്ലിക്കയാണെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വെന്തു പോകും. നെല്ലിക്ക നന്നായി മുങ്ങിക്കിടക്കത്തക്ക പാകത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിനെ മൂടിയിടാം. ഈ വെള്ളം ചൂടാറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാൻ വലിയ നാരങ്ങയാണല്ലോ എടുത്തിട്ടുള്ളത്. ചെറിയ നാരങ്ങ നമുക്ക് ഉപയോഗിക്കാം. നാരങ്ങ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെ വെള്ളം തിളയ്ക്കാറാകുമ്പോൾ ഇട്ടാലും മതി കേട്ടോ. തിളച്ച വെള്ളത്തിലിടുമ്പോൾ കൈ പൊള്ളാതെ നോക്കുക. ഇതിന്റെ സ്കിന്ന് നല്ല തിക്കായിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 3-4 മിനിറ്റ് നമുക്ക് ഇതിനിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ സ്കിൻ പൊട്ടി പോകരുത് കേട്ടോ. പൊട്ടി പോവുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ആ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും. ഒരു 3 മിനിറ്റോളം നമ്മൾ ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായി തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റാം. പിന്നെ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കളയാം. ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമാണ് എടുക്കുന്നത്. ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചൂടായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ നോക്കട്ടെ, ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പോരെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ടീസ്പൂൺ അളവിൽ ഒരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പോരെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് വെള്ളം തിളക്കുകയാണ്. അപ്പം അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വിനാഗിരിയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. ഉപ്പ് ഇത്തിരി മുന്നിലേക്ക് നിൽക്കണം. എന്നാലേ ഈ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് പിടിക്കുമ്പോഴേ കറക്റ്റ് പാകമായിട്ട് കിട്ടുള്ളൂ. വിനാഗിരി ഉപ്പും ചേർത്തൊരു 3-4 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ മൂടി വയ്ക്കാം. ചൂടാറുമ്പോഴാണ് നമുക്കിത് വേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോരോ വെജിറ്റബിൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കി വെക്കാം. ഈ മുളക് അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ കയറ്റൊന്ന് കുത്തി കൊടുക്കാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കത്തി കൊണ്ട് അവിടെ ഇവിടെ കയറ്റൊന്ന് ചെറുതായി വരിഞ്ഞു കൊടുത്താലും മതി. കഴുകി നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കും. അതുപോലെ തന്നെ കുപ്പിയിലും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം മുളകെല്ലാം നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ വെജിറ്റബിളും കട്ട് ചെയ്ത് ഇങ്ങനെ ഇടാം. ഇപ്പൊ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം കേട്ടോ. റൗണ്ടനോ ചെറിയ ചെറിയ പീസാക്കിയിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം. അടുത്തത് കുക്കുംബർ അരിയാം. ഈ കുക്കുംബറിനൊക്കെ നമ്മൾ സ്കിന്നോട് കൂടിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്.
ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേശ്ശെ പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ ചൂടാറാൻ വെച്ചിട്ടുള്ള ഉപ്പുകളുണ്ടല്ലോ, അതിൽ ഒരുമിച്ചിട്ടിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമാങ്ങയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പച്ചമാങ്ങയും തോലോട് കൂടെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. മാങ്ങ ഒരു ചെറിയ തോതിൽ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരവും പുളിയും ഉപ്പും ഒക്കെ കലരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്കും ചതച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. കുപ്പിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ടതിന് ശേഷം ഇത്തിരി ചതച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി അങ്ങനെ ഫില്ല് ചെയ്യാണ്. മാങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലെമൺ അരിഞ്ഞിടാം. ലെമൺ സർക്കിളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ലെമൺ അരിഞ്ഞതിൽ കുറച്ച് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് ഇടാം. ഇതുപോലെ വീണ്ടും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി. ഇതും കൂടെയൊക്കെ ചേരുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം ലെമണും തയ്യാറായിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് സവാളയാണ്. അപ്പം സവാളയും പിന്നെ ഈ എരിവില്ലാത്ത മുളകുണ്ടല്ലോ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം സവാള റൗണ്ടിന് അരിഞ്ഞെടുക്കാം. ഇടയിൽ ഈ ചില്ലി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഈ സവാള ഇട്ട് വെക്കുന്നതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. 120 ml ആട്ടോ. അങ്ങനെ ഒരു അളവൊന്നുമില്ല, നമ്മൾക്ക് ഇത്തിരി ചേർക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിൽ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. സവാള ഉപ്പിലിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇതിവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. നെല്ലിക്കയിൽ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. കണ്ടോ, നെല്ലിക്കയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള മുളകിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. നെല്ലിക്കയിൽ ഇഞ്ചി ചതച്ചതും കൂടെ ചേരുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. നെല്ലിക്കൂട്ടൂടെ തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുപ്പിയിലേക്ക് ആക്കി വെക്കാം. നെല്ലിക്കയിൽ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോഴും നല്ല രുചി ഉണ്ടായിരിക്കും. നെല്ലിക്ക മുങ്ങിക്കിടത്തക്ക രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം. അപ്പം നെല്ലിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് അടച്ച് മാറ്റി വയ്ക്കാം. ഉപ്പും വിനാഗിരി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂട് കുഴപ്പമില്ല. നല്ല ചൂടോട് കൂടിയിട്ട് വെജിറ്റബിൾസിൽ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ അത് വെന്ത് പോവും. അപ്പോൾ ചെറിയ ചൂടോട് കൂടെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയൊരളവിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3-4 പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടാതെ ഞാൻ പച്ചമുളക് ചതച്ചത് വെജിറ്റബിൾ നിറയ്ക്കുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 3 പച്ചമുളക് ചതച്ചതാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ചേർത്തിട്ട് ഒരുമിച്ച് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി. ഈ കുപ്പികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോൾ ഞാൻ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയുടെയൊക്കെ ചെറിയൊരു അംശം ഇതിലുണ്ടാവും. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക് നടു കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇടുക കേട്ടോ. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു ചെറിയ ചൂടുള്ളതാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറുമ്പോൾ ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ടൊരു 3 ദിവസമെങ്കിലും ഇരുന്ന് പാകാവണം. എന്നിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ രുചി. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. കുപ്പി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പഴയ കാലത്തൊക്കെ നമ്മൾ ഭരണിയിലാണ് ഇട്ടിരുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും ഇട്ട് വെക്കരുത്. ഇതുപോലെ നമുക്ക് ഇനി ഫ്രൂട്ട്സുകളും ചെയ്യാം, പൈനാപ്പിളൊക്കെ ചെയ്യാം. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇന്നേക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് 3ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മളിട്ട് വെച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മുളകിൻ്റെയൊക്കെ കളർ മാറി. കുക്കുംബറിന്റെ സ്കിന്നിൻ്റെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ കറക്റ്റ് പാർട്ടാണ്. മാങ്ങ,
ക്യാരറ്റ്, ഇതെല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. നമുക്കിപ്പോൾ ഏതാ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം നല്ല ടേസ്റ്റിയാണ്. പിന്നെ നെല്ലിക്ക, ഇത് പിന്നെ നമുക്ക് സവാള. ഈ സവാള നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു പീസ് കടിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.